ന്യൂഡൽഹിയിലെ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിംഗ് എന്ന ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ പറശ്ശിനിക്കടവിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ സഹകരണ ഹയർ ഡിപ്ലോമ കോഴ്സ് ആരംഭിക്കുന്നു. സഹകരണ സംഘങ്ങളിൽ പ്രൊഫഷണൽ മാനേജ്മെന്റ് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നവീകരിച്ച ദേശീയ സിലബസ് അനുസരിച്ചാണ് കോഴ്സ് നടത്തുന്നത്. HDCM പഠനത്തോടൊപ്പം സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള കോച്ചിംഗ് സൗജന്യമായി നൽകുന്നുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ICM എന്ന് പറയും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ്. 1992 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് HDCM പറഞ്ഞ ഒരു 1 ഇയർ കോഴ്സുണ്ട്. പിന്നെ MBA, കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ MBA ഉണ്ട്. പിന്നെ ഈ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും ഉണ്ടാകുന്ന ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ വന്ന് ഇവിടെ അധികം വരാറില്ല, നേരത്തെ വരാറിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാക്കൽറ്റിയായിട്ട് ഈ സ്ഥാപനത്തിൽ ഇരുന്ന സമയത്തിൽ കുറേ പ്രാവശ്യം ഇവിടെ വരാറുണ്ട്. ഓരോരോ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഈ മീഡിയയുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് വന്ന് നല്ല ഒരു ട്രെമൻഡസ് റെസ്പോൺസ് കിട്ടി. താണാലുള്ള സമയത്തിൽ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് മീറ്റ് നടത്തി. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വന്ന് എൻട്രൻസ് എക്സാം നടത്തിയാണ് ഈ ഡിപ്ലോമ കോഴ്സ് 2 ബാച്ചായിട്ട് നടത്താൻ വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഓർമ്മത്തിലാണ് ഞാൻ നിങ്ങളോടൊപ്പം പിന്നെയും വന്നിട്ടുണ്ട്. നമുക്ക് 2 ബാച്ച് നടത്താൻ വേണ്ടിയുള്ള ഒരു ആവശ്യമാണ്. അതിൻ്റെ ആവശ്യം മാത്രം പറഞ്ഞാൽ അത് കമേഴ്ഷ്യലായിട്ട് മാറിപ്പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഏതേനും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാനിവിടെ ഡയറക്ടറായിട്ട് ചാർജ് എടുത്തിട്ട് 2 മാസമായി. അപ്പോൾ ഏതേനും ഒരു കാര്യം ഈ കുട്ടികൾക്ക് ഇവിടെ പഠിക്കുന്ന ICM പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. HDCM പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഓപ്പറേറ്റീവ് സ്ഥാപനത്തിൽ കയറാൻ വേണ്ടിയുള്ള എൻട്രി ലെവൽ ക്വാളിഫിക്കേഷനാണ്. 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ പിന്നെ ICM ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ് ഈ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. വേറെ പേരിലെയാണ്. നമ്മൾ HDCM എന്ന് പറയുമ്പോൾ അവർ വന്ന് JDC എന്ന് പറയുന്നു, അല്ലെങ്കിൽ HDCBM എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ വന്ന് കോഓപ്പറേറ്റീവ് സെക്ടർ, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മാത്രമല്ല, ഈവൻ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാനും ഇത് ഒരു എൻട്രി ലെവൽ ക്വാളിഫിക്കേഷനാണ്. സഹകരണ സംഘങ്ങളിൽ പ്രൊഫഷണൽ മാനേജ്മെന്റ് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നവീകരിച്ച ദേശീയ സിലബസ് അനുസരിച്ചാണ് കോഴ്സ് നടത്തുന്നത്. HDCM പഠനത്തോടൊപ്പം സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള കോച്ചിംഗ് സൗജന്യമായി നൽകുന്നുണ്ട്. കൂടാതെ സർക്കാർ സഹകരണ വകുപ്പിലെ നിയമനങ്ങൾക്കാവശ്യമായ പരിശീലനവും നൽകുവാനും ഇതിലൂടെ സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക കമ്പ്യൂട്ടർ പരിശീലനം നടത്തുന്നതിന് വിശാലമായ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും പഠനയാത്രകൾ നടത്തുന്നതിനാൽ വിവിധ സഹകരണ സംഘങ്ങളെക്കുറിച്ചുള്ള അവബോധം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. താമസ ഭക്ഷണ സൗകര്യവും ക്യാമ്പസിൽ ലഭ്യമാണ്. വിദഗ്ധ പരിശീലനം നേടിയ ഫാക്കൽറ്റി മെമ്പർമാരാണ് ഓരോ വിഷയവും കൈകാര്യം ചെയ്യുന്നത്. വ്യക്തമായ ആസൂത്രണത്തിലൂടെ സഹകരണ മേഖലയിൽ നവീനമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് ഉതകുന്ന ബോധന രീതിയാണ് ICM അവലംബിക്കുന്നത്. ഒരു അംഗീകൃത സർവകലാശാലയുടെ ബിരുദ യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. 2024 ജൂലൈ 12 അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. കണ്ണൂർ ICMന്റെ www.icmkannur.org എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ICM ഡയറക്ടർ ഡോക്ടർ AK സക്കീർ ഹുസൈൻ, ഫാക്കൽറ്റി മെമ്പർ CV വിനോദ് എന്നിവർ പങ്കെടുത്തു.